നമസ്കാരം. ഞാൻ ഷാജഹാൻ. 31 വർഷത്തെ പോലീസ് ജീവിതത്തിന് ശേഷം കഴിഞ്ഞ മെയ് 31-ന് ഞാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ സർവീസിൻ്റെ അവസാന കാലങ്ങളിലാണ് നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന രാസലഹരിയുടെ വിതരണം, അതായത് നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് രാസലഹരി എങ്ങനെയാണ് എത്തുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ നടത്തിയ ഒരു യാത്ര. ഈ യാത്രയിൽ ഞാൻ കണ്ട അനുഭവങ്ങളും എൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കണ്ട അനുഭവങ്ങളും വെച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണ പരിപാടി കേരളത്തിലുടനീളം നടത്തണമെന്ന് ഉള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയുണ്ടായി. ഈ വിവരം എൻ്റെ കഴിഞ്ഞ യാത്രയുടെ കോർഡിനേറ്ററായ അജിത്തുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണൻ IPS അവരെ കാണുകയും മാഡം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, DGP, DIG തുടങ്ങിയ വ്യക്തികളെ കാണുകയും അവിടെ നിന്ന് എനിക്ക് പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ യാത്ര വളരെ അനിവാര്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നതായിരുന്നു. ഈ വിവരം ബഹുമാനപ്പെട്ട എൻ്റെ പോലീസ് സ്റ്റേഷനിലെ SHO പയാസാറിനോട് പറയുകയും യാത്ര അങ്ങനെയെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. റിട്ടയർമെന്റ് ദിവസം തന്നെ തിരഞ്ഞെടുക്കുകയും 2025 കിലോമീറ്റർ കേരളത്തിലെ 14 ജില്ലകളിൽ സഞ്ചരിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന തീരുമാനത്തോടെ ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് നൌഷാദ് MLA, പ്രേമചന്ദ്രൻ MP, ബഹുമാനപ്പെട്ട കൊല്ലം CP, മറ്റ് മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ യാത്ര ആരംഭിക്കുകയുണ്ടായി. ഈ യാത്രയുടെ വിവരം അറിഞ്ഞതിന് ശേഷം മുൻ പോലീസ് മേധാവി ബഹുമാനപ്പെട്ട ലോക്നാഥ് ബെഹ്റ സാർ കൊച്ചിൻ മെട്രോയിലും കൊച്ചിൻ വാട്ടർ മെട്രോയിലും സൈക്കിളുമായി കയറി പ്രചരണം നടത്തുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കി തരാമെന്ന് അറിയിക്കുകയുണ്ടായി. തുടർന്നുള്ള എൻ്റെ ആ യാത്ര 95ഓളം സ്കൂളുകളിലും കോളേജുകളിലും 45ഓളം പൊതു ഇടങ്ങളിലും 5ഓളം ക്ലബ്ബുകളിലും വാട്ടർ മെട്രോയിലും കൊച്ചിൻ മെട്രോയിലുമായി 1500ഓളം ആൾക്കാരുമായിട്ടും ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ യാത്ര വളരെ ദുർഘടം പിടിച്ച റോഡുകളിൽ കൂടിയും മഴയും 3:30 മുമ്പ് സ്കൂൾ അടയ്ക്കും എന്നുള്ളതും ഒക്കെ കാരണം കൊണ്ട് ഒരുപാട് സ്കൂളുകൾ, എന്നെ കാത്തിരുന്ന വിദ്യാർത്ഥികൾ, എന്നെ കാത്തിരുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ ജീവിതം കൊണ്ട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്ദേശം എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ യാത്രയിൽ ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ആവശ്യപ്രകാരം എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും ഈ യാത്ര കടന്നുപോയ വഴികളിലുള്ള പോലീസ് സ്റ്റേഷനിലെ SHOമാരും അവിടുത്തെ ജനമൈത്രി SPG നടത്തുന്ന SPGയുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ച് മറ്റ് പോലീസ് സംഘടനകളുടെ ഒക്കെ സഹായത്തോടെ നിരവധി സ്കൂളുകളിൽ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി തന്നു. ഈ യാത്ര ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വൻ നഗരങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ മലയോര മേഖലകളിലും ഒക്കെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഓരോ വ്യക്തികളും അവരുടേതായ രീതിയിൽ സംഭാവന ചെയ്തെങ്കിൽ മാത്രമേ ഈ ലഹരി മാഫിയയെ നമ്മുടെ നാടിൽ നിന്ന് തുരത്താൻ കഴിയും. കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്നുള്ള പദ്ധതി പ്രകാരം അതിലെ നമ്പരായ 9959596666 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തുകൊണ്ട് പേടി കൂടാതെ ഓരോ വ്യക്തികൾക്കും ഈ ലഹരി വിൽക്കുന്നവർക്കെതിരെയും
ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നതാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം എന്നോടൊപ്പം സഹകരിച്ച, ഈ യാത്രയെ വളരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എൻ്റെ ഈ ഒരു പ്രോത്സാഹനം തന്ന എൻ്റെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹപാഠികൾ, എൻ്റെ ബാച്ച്മേറ്റായ പോലീസ് ഉദ്യോഗസ്ഥർ, കേരള ഗവൺമെൻറ്, കേരളത്തിലെ പോലീസ് സംഘടനകൾ, പെൻഷൻ സംഘടനകൾ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നതല്ല. എൻ്റെ പ്രവൃത്തി ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന രാസലഹരി മാഫിയയെ നിഷ്കാസനം ചെയ്യുന്നതുവരെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും പിന്തുണയും എനിക്കുണ്ടാവുമെന്നും ഇനിയും എത്തിച്ചേരാൻ കഴിയാത്ത സ്കൂളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഉള്ള ഒരു പ്രോത്സാഹനം ഇനിയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ യാത്രയിലുടനീളം പല ദുർഘട സമയത്തും എനിക്ക് സഹായവുമായി എത്തിയ നിരവധി ആൾക്കാർ, ഞാൻ കണ്ടിട്ടില്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. ഈ യാത്രയ്ക്ക് വേണ്ടി രൂപീകരിച്ച റൈഡ് വിത്ത് ഷാജഹാൻ എന്ന ഗ്രൂപ്പിലെ അംഗങ്ങളുണ്ട്. ഇവരോടെല്ലാം എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുണ്ട്. കൊല്ലം സിറ്റി പോലീസിന്റെ മുക്തോദയം എന്ന പദ്ധതിയെക്കുറിച്ച് ജനങ്ങളോടൊത്ത് ആശയവിനിമയം നടത്താനും അങ്ങനൊരു പദ്ധതി സിറ്റി പോലീസിനുണ്ടെന്നും അത് മറ്റുള്ള അതേപോലെ എല്ലാ സിറ്റികളിലും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ നടത്തുകയുണ്ടായി. ഈ യാത്രയിൽ എനിക്ക് എൻ്റെ യാത്രയെക്കുറിച്ച് അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കൊല്ലം സിറ്റി കമ്മീഷണർ, കമ്മീഷണറും മാഡത്തിൻ്റെ ഓഫീസും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതും എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. തുടർന്നുള്ള എൻ്റെ പ്രവൃത്തികൾക്ക്, എൻ്റെ ഈ ലഹരിക്കെതിരെയുള്ള എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.